السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله العظيم. അൽ-കാഫിലെ ഈ വാക്കുകളെ കുറിച്ചാണ് ചർച്ച. വറബത്ന അലാ ഖുലൂബിഹിം എന്ന ഭാഗം വരെയാണ് നമ്മൾ 3-4 ദിവസം കൊണ്ട് എത്തിയത്. വറബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ കെട്ടുറപ്പ് നൽകി, എന്തും സഹിക്കാനുള്ള ഒരു ഊർജം മാർജവും നൽകി. ഇത് ഖാമോ, അവര് സടകുടഞ്ഞ് എഴുന്നേറ്റ സന്ദർഭം. ഫഖാലു, എന്നിട്ട് അവര് പറഞ്ഞു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മളുടെ രക്ഷിതാവ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്. നിലവിൽ അന്നത്തെ ഒരു രാജാവ് സ്വേച്ഛാധിപതിയായിരുന്നു. അയാൾ അള്ളാഹുവിനെ തൊട്ട് തെറ്റിച്ച് അയാളിലേക്കും ബിംബപ്രതിഷ്ഠകളിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയും സുജൂദ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലാണ് കേവലം വിരൽ കൊണ്ട് എണ്ണാവുന്ന 7 ആളുകൾ ഈ സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിന് കെട്ടുറപ്പ് നൽകിയത്. ലൻ നദുവ മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരോട് നിശ്ചയം നമ്മൾ ആരാധന അർപ്പിക്കില്ല, ദുആ അടക്കം. ലൻ നദുവ മിൻ ദൂനിഹി ഇലാഹ, നമുക്ക് അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ, മഅബൂദായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. ആ മഅബൂദ് എന്ന നിലയിൽ എന്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് മാത്രമേ ചോദിക്കുള്ളൂ. അല്ലാതെ അല്ലാഹു വെച്ച സംവിധാനങ്ങളുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യും. അള്ളാഹു ആണ് ഷാഫി എങ്കിലും ഡോക്ടറോട് സോക്കോട് മാറ്റിത്തരാൻ വേണ്ടി പറയും. കാരണം അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത കഴിവ് നിങ്ങൾ ചെയ്യണമെന്ന് അതിന്റെ അർത്ഥം. അള്ളാഹു ആണ് റാസിഖ് എങ്കിലും ഉമ്മാനോട് ഭക്ഷണം തരും ഉമ്മ എന്ന് പറയും. അതിനർത്ഥം ഉമ്മാനെ റാസിഖ് ആക്കി എന്നല്ല, ഉമ്മ അതിനൊരു വഴിയാണ്. സാധാരണ മേഖലയിലും അസാധാരണ മേഖലയിലൊക്കെ അതുണ്ട്. അത് മനസ്സിലാക്കാത്ത കുറെ ആളുകൾ അബദ്ധത്തിൽ വീഴുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരിലൂടെയൊക്കെ അത് ചെയ്തു തരുന്ന ആത്യന്തികമായ റബ്ബാണ്. അള്ളാഹ് നേരിട്ടിട്ട് ഒന്നും കൊടുക്കലില്ല. മഴ വരുന്നത് മീക്കായി ഇസ്ലാം മുഖേനയാണ്, ഇൽമ വരുന്നത് മുത്തനബിക്ക് ജിബീൽ ഇസ്ലാം മുഖേനയാണ്. അല്ലാതെയും കൊടുത്തിട്ടുണ്ട്, മുത്തനബി ആയതുകൊണ്ടാണ്. ഭക്ഷണം തരുന്നത് പല സംവിധാനങ്ങളിലൂടെയാണ്. നമുക്ക് ആർക്കെങ്കിലും വീട്ടിൽ വായക്ക അല്ലാഹു തആല ഡയറക്റ്റ് ഭക്ഷണം വെച്ച് തന്നിട്ടുണ്ടോ? ഇല്ല. എന്നാലും തരുന്ന അല്ലല്ലേ ആണ്. എനിക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്ന് ഞാൻ കുടിച്ചാൽ അൽഹംദുലില്ലാ എന്നാ പറഞ്ഞത്. അല്ലാതെ തന്നാളെ പേരിൽ അൽഹംദുലി പോക്കരുന്ന് പറയുന്നുണ്ടോ? തന്നത് അയാളാണ്, ക്രെഡിറ്റ് അല്ലാഹ്ക്കാണ്. കാരണം കൊടുക്കണത് അങ്ങോട്ടാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പഴിച്ചു പോകും. കാരണം ഇന്ന് ചില ആളുകളൊക്കെ മുശ്രിക്കും കാഫുറാക്കിയിട്ട് പൂതിയിരാത്ത ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ആക്കി തന്നെയാണ് വേണം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. മഅബൂദ് ആരാന്ന് മനസ്സിലായാൽ മതി. മഅബൂദിനെ തിരിയാതിരുന്നാൽ വലിയ വിഷയം. അപ്പൊ അതാണ് ലൻ നദുവ മിൻ ദൂനി ഇലാഹൻ എന്ന് പറയാൻ കാരണം. ലൻ നദുവ മിൻ ദൂനി ഇലാഹൻ, നമ്മൾ വേറൊരു ആരാധ്യനോട് അർത്ഥിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇദൻ ഇലാഹൻ ലഖുൽന, നിശ്ചയം നമ്മൾ പറയും ഇദൻ ശതത, മറ്റൊരു ആരാധ്യനെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹവുമായിട്ട് ആരാധ്യനെ നൽകാ ശക്തിയുമായിട്ട് ആ വ്യക്തിയുമായിട്ട് സമീപിച്ചാൽ അതിര് വിട്ട അക്രമമാണ് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും. അതുകൊണ്ട് അപ്പണിക്ക് നമ്മളെ കിട്ടൂലെന്ന് സൂറത്തുൽ കഹ്ഫിലെ ആളുകള് തൗഹീദിനെ വളരെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുക. ഇത് സത്യത്തിൽ നാട് മുഴുവനും ശിർക്കിലും കുഫറിലും കോലം കുത്തി ഒഴുകുന്ന സമയത്ത് 7 ആളുകൾ
കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ശക്തമായി ദിക്കിയാനോസ് എന്ന സ്വേച്ഛാധിപതിയായ രാജാവിന്റെ മുമ്പിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചു എന്ന കാരണത്താൽ ആ ഒരൊറ്റ ഹക്കായ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തിന് അല്ലാഹു തആല ഒരു പ്രത്യേക കരുത്തും കെട്ടുറപ്പും കൊടുത്തു എന്നാണ്. അതിലൊരു സൂചന ഉണ്ട്. സാഹചര്യം പ്രതികൂലമാണെങ്കിലും ഹക്കിൽ ഉറച്ചു നിന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പിന്നുള്ളത് അല്ലാണ്ട് എടുത്തോളൂ, നമ്മൾ ഇന്ന് കൊടുത്താൽ മതി. ഒന്നും ബേജാറാണ്ട് നിലപാടിൽ ഉറച്ചുന്ന ആ സഹായം അല്ലാണ്ട് കിട്ടും. നമ്മളൊക്കെ സൂറത്തുൽ കാഫിറൂൻ അത് നിലപാടാണ്. ഖുലിയായുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. മൂത്താപ്പാനോടോ എളാപ്പാനോടൊക്കെയാണ് ഇപ്പൊ ആ നിലപാട് പറഞ്ഞത്. ഓല് വന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വിശ്വാസ രംഗത്ത് ഒരു നിഷ്പക്ഷതയില് അഡ്ജസ്റ്റ്മെന്റിന് വന്നതാണ്. മൂത്താപ്പി അളാപ്പി അമ്മ അവരൊക്കെ ഉണ്ട്, അവരോടാ പറഞ്ഞത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അഡ്ജസ്റ്റ്മെന്റോ വിശ്വാസത്തിലോ നമ്മളതിന് കിട്ടൂല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. എന്താണ് ആ നിലപാട്? ഈ സൂറത്തിന് ശേഷമാണ് സൂറത്ത് നസർ ഉള്ളത്. നസർ എന്ന് പറഞ്ഞ സഹായമാണ്. അതിന്റെ അർത്ഥം എന്താ? ഏത് സാഹചര്യത്തിലും നിലപാട് ഉറച്ചങ്ങോട്ട് പറഞ്ഞ സഹായ അള്ളാഹിനെ ഇരുന്ന് കിട്ടുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹിൽ ഫതഹ്. അള്ളാഹിന്റെ നസറും ഫത്തും വന്നാലോ ശത്രുക്കളെ കണ്ടുപോകും. അതുകൊണ്ട് അതിന് ശേഷം സൂറത്ത് തബ്ബ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ശത്രു കൊണ്ടുപോയി. ഇതിങ്ങനെ ഒരു സൂറത്തിന് പിറകെ ഒരു സൂറത്ത് ഇങ്ങനെ ഒരു ഘടനയിൽ വലിയ അത്ഭുതമുണ്ട്. ഖുർആൻ വേറെ പഠിക്കണ്ട. ഖുർആൻ വലിയ അത്ഭുതമാണ്. നമ്മളിങ്ങനെ പരിഭാഷയൊക്കെ ഒന്നും മനസ്സിലാവില്ല. പരിഭാഷക്കാരന് ഖുർആന്റെ സൗന്ദര്യം പരിഭാഷയിൽ വെക്കാൻ തന്നെ കഴിയില്ല. എന്നോട് കുറെ ആൾക്കാർ നിങ്ങളൊരു പരിഭാഷ ഇറക്കുമെന്ന് വെക്കുന്നു. ഞാൻ പൊതുവെ എഴുത്തേറുന്നില്ല, എനിക്ക് എഴുതാനൊട്ട് ഓരോരുത്തരും ഓരോ കഴിവല്ലേ. എന്നാലും ഒരു ദിവസം ഞാൻ ഫാത്തിയൊക്കെ ഒന്ന് ഇറക്കണോന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്നും ഇങ്ങനെ ഇരുന്നു നോക്കി. ഇതൊന്നും മഷിയില് കേറൂല. ഖുർആന്റെ അത്ഭുതവും സൗന്ദര്യം മഷിയില് കേറൂല. ഫാത്തിയ പോട്ടെ, ബാ എന്നുള്ള അക്ഷരത്തിന് വേണമെങ്കിൽ ഒരു വാള്യം പുസ്തകം എഴുതാൻ കഴിയും. ബാ 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 എന്നുള്ള അക്ഷരം, വേറൊന്നുമില്ല. അതിന് വേണമെങ്കിൽ 100 150 പേജുള്ള പുസ്തകം എഴുതാൻ എനിക്ക് തന്നെ കഴിയും. അലിമ്യങ്ങളെ കുറിച്ചല്ല, എന്നെ പോലത്തെ മുത്താലിമ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. അലിമ്യങ്ങളെ കുറിച്ചല്ല. ഖുർആൻ ഒരു വലിയ അത്ഭുതമല്ലേ. അതിൽ ഓരോന്നും ഗുണപാഠ നിർഭരമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന്, പ്രതികൂല സാഹചര്യങ്ങളിലും ഹക്ക് പറഞ്ഞാൽ അല്ലാഹു തആല മനസ്സിനൊരു കെട്ടുറപ്പാണ്ട് കിട്ടും. ഉറപ്പാണ്. ഏത് സാഹചര്യം ഹക്ക കണ്ട് പറഞ്ഞാൽ ഒരു കെട്ടുറപ്പാണ്ട് കിട്ടും. ചില വാക്കുകൊണ്ടായിരിക്കും ഉയർന്ന സ്ഥാനത്തെത്തുക. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും കേൾക്കാറില്ലേ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഇത് എപ്പോഴാ വെള്ളിയാഴ്ചകളെ കേൾക്കല്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓർമ്മയുള്ള ഒരാൾ പറയോ? എല്ലാ വെള്ളിയാഴ്ചകളും ഇത് കേൾക്കാറുണ്ട്. പക്ഷെ എപ്പോഴാ കേൾക്കാന്ന് ആർക്കെങ്കിലും പറയോ? ഒന്നാം ഖുത്ബ കഴിഞ്ഞിട്ടിരിക്കുമ്പോ എല്ലാ വെള്ളിയാഴ്ച പറയണം. എന്താ അതിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ അള്ളാഹിൽ വിശ്വസിച്ചവരെ ഇത്തഖുല്ല, നിങ്ങൾ അള്ളാഹിനെ പേടിച്ചോളി. എന്നിട്ട് ഉടനെ വഖൂലു ഖൗലൻ സദീദാ, സത്യം പറഞ്ഞോളി. എന്നാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ അമലൊക്കെ അള്ളാഹ് ശരിയാക്കി തരുന്നു സത്യം പറഞ്ഞ. യാ അല്ലാഹ് യാ അല്ലാഹ്. അറബിനോട് വെച്ചു നമ്മളെല്ലാ പ്രവർത്തനവും സ്റ്റഡി ആവണം. നമ്മളെ ദോഷങ്ങളൊക്കെ പൊറുക്കണം, സ്വർഗം കിട്ടണം. അതിനൊരു ദിക്റ് പറഞ്ഞുതരുമെന്ന് വെച്ച് അപ്പൊ ഞാൻ ദിക്റ് ഞാൻ പറഞ്ഞില്ല, അത് വലിയ ആൾക്കാരൊന്നും വാങ്ങിക്കോളി. അതിനൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. കാരണം അയാൾ ഇത്തിരി കളവ് പറഞ്ഞ ആളാണ്. അതിനൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. സൂര്യാണ് മാർഗം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ആയത്തോതി കൊടുത്തു. അയാൾ തലമാണ്ട് കഴിച്ച് സത്യം പറഞ്ഞ ബാക്കി പണി അള്ള എടുക്കുന്ന അള്ള പറയണം. നിങ്ങൾ സത്യം പറഞ്ഞോളി, യുസ്ലിഹ് അഅമാലക്കും, നിങ്ങൾ അമലൊക്കെ ഞാൻ നന്നാക്കി തരാം, അള്ള നന്നാക്കി തരുന്നു. സത്യം പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കൂ, ഹംസത്തുൽ ഖറാർ വേട്ടാടി വരികയാണ്. അന്ന് ഇസ്ലാമിന്റെ കഠിന ശത്രുവാണ് ഹംസത്ത് റളിയല്ലാഹു അൻഹു. പക്ഷെ റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്, അമ്മു റസൂലില്ലാഹിയാണ്. വേട്ടാടി വന്നപ്പോഴേക്ക് അടിവിടെ പൊട്ടിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെ അബൂജഹൽ അടിച്ചിക്കണ്, ചുണ്ടും കണ്ട് കീറിയിട്ട് ചോര പൊട്ടിക്കണം സത്യം പറഞ്ഞതിന്റെ പേരില്. അപ്പൊ ഹബീബ നബിന്റെ തൊള്ളയിലൊക്കെ രക്തം കട്ട കുത്തിയിട്ട് ഇതേറ്റാണ് പൊരയ്ക്ക് പോയത് മുഹമ്മദ് മുസ്തഫ.
ഇത് കണ്ടെന്നൊരു പെണ്ണൊരുത്തി ഹംസത്തുൽ കറാറ് വേട്ടാടി വന്ന് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ ചോദിച്ചു. എന്ത് ചോദിച്ചു? നിങ്ങളെ കുടുംബക്കാരൻ അബൂജയിൽ പൂസിക്കണ്, ചുണ്ട് കയറിക്കണ്. അതിലുകൊണ്ട് ദേഷ്യം വന്നു. സത്യത്തിൽ മുസ്ലിമല്ല, സത്യത്തിൽ മുസ്ലിമല്ല, പക്ഷെ ഇത് കേട്ടപ്പോ ദേഷ്യം. ആരാ ഓൻ അടിക്കാൻ? ആരാ അടിക്കാൻ ഓനെ ഏൽപ്പിച്ചത്? അല്ലെങ്കിൽ മുഹമ്മദിനെ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പൊ മുസ്ലിം അല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അടിച്ച എല്ലാരും കൂടി ചുണ്ടി നാലും പൊട്ടിക്കല ആരാവെന്ന് വെച്ചു. മതി, കേസിലായി. ഈ ദേശത്തില് വേട്ടാടി പിടിച്ച സാധനത്തിനാണ്ട് ഒഴിവാക്കി നേരാണ്ട് അബൂജലിട്ട് പോയി. ഈ ഇരിക്കണോടത്ത് ഒരേറ്റ പൂസലുണ്ടാവും. എടാ ആരടാ ഈ മുഹമ്മദിനെ അടിക്കാൻ? ജാരടാ. എന്താ മുഹമ്മദ് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലായി അടിക്കണ്? എന്നാ അടിക്കടാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അടിച്ചു കൊടുക്കും. അവിടുന്നാണ് അടിച്ചു കയറിയത്. അങ്ങനെ മുസ്ലിം ആയത്. ഹബീബ നബി അടിച്ചത് കണ്ടിട്ട് പ്രതികാരം തീർത്തിട്ട് ഹിദായത്തിന്റെ തൗഫീഖ് കിട്ടിയ ആളെ പേരാണ് ഹംസത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ ഈ മഹാന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെ? വെട്ടിയിട്ട് ഇറച്ചി കുന്നുകൂട്ടി ഒരു സ്ഥലത്താണ്ട് മണ്ണും പൊടി ഇട്ടിട്ട് മൂടി ശത്രുക്കള്. ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ജീവിതകാലത്ത് വരെ ഒരാളെ പേര് വിളിച്ചിട്ട് കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞത് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസത്ത് റളിയല്ലാഹുവിന്റെ ശരീരത്തെ വെട്ടിനുറുക്കിയിട്ട് കുന്നുകൂട്ടിയിട്ട് ആ മാംസ കൂമ്പാരം നോക്കി എളാപ്പോന്ന് പറഞ്ഞ് കരഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോഴാണ് ഇറങ്ങിയത് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വെട്ടി നെഞ്ചിന്റെ കൂട് തക്കാളിപ്പട്ടി പൊളിക്കണവരുണ്ട്. പൊളിച്ചിട്ട് ഉള്ളുകൂടി കൈയിട്ടിട്ട് കരള് പുറത്തേക്ക് എടുത്തിട്ട് വായിലിട്ടിട്ട് ചവച്ചങ്ങോട്ട് തുപ്പി മീമുള്ളു തുപ്പണമാതിരി. കണ്ടിക്കണ ആൾക്കാർക്കൊക്കെ ഒരു ദയനീയ അവസ്ഥ വരുമല്ലോ. ഇങ്ങനെ ശരീരം തിരിച്ചറിയാതെ പോയതല്ലേ. അപ്പൊ അള്ളാഹ് സമാധാനിപ്പിച്ചു. അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയ ആളുകൾ മരിച്ചു തന്നെ കരുതണ്ട. അവർ അള്ളാന്റെ ലോകത്ത് വേറെ കോലത്തിലാണേ. അതുണ്ടാവും. നമ്മളെ നോട്ടത്തിൽ ചതഞ്ഞ് ചമ്മന്തിയാരി പോവാണെങ്കിലും ഓലോടെ പുതിയ പിള്ളേരാണ്. യാ അല്ലാഹ്. അപ്പോഴാണ് അത് ഇറങ്ങി ചിന്തിക്കണേ. അപ്പൊ ഏറ്റവും ഹക്ക് പറഞ്ഞാൽ ചിലപ്പോ ഹിദായത്തിന്റെ വെളിച്ചം കണ്ടു കിട്ടും, ചിലപ്പോൾ ഉള്ള ഹിദായത്ത് കൂട്ടിക്കിട്ടും ചെയ്യും. അതാണ് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏത് സമയത്തും ഹക്ക് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹക്ക് പറയണം. ആഖിർ സമാന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളാണ് യുസദ്ദഖു ഫീഹൽ കാദിബ്. സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദഅ യുസദ്ദഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹാ സ്വാദിഖ് വയുഖവ്വനു ഫീഹൽ അമീൻ വയുഅ്തമനു ഫീഹൽ ഖായിൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. വഞ്ചനാജനകമായ ഒരു കാലം വരാണ്ട് പെരുന്നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കും, സത്യം പറയുന്ന ആളുകൾ തള്ളും എന്ന് നബിയുനാ റസൂലുള്ളാഹി. സോഷ്യൽ മീഡിയയിലൊക്കെ പോയി നടക്കണതല്ലേ. നുണ പറഞ്ഞ യുക്തിവാദികൾ പറഞ്ഞത് ശരിയാന്ന് തോന്നുക, നുണ പറഞ്ഞ ബിദ്അത്തേര് പറഞ്ഞത് ശരിയാന്ന് തോന്നുക. ഏതെങ്കിലും ഹക്കായി പറയുന്ന ഉസ്താമാരും മൊല്ലാക്കന്മാരുണ്ടെങ്കിൽ അതൊക്കെ ഖുറാഫാത്താണ്, പഴഞ്ചനാന്ന് പറഞ്ഞിട്ട് തള്ളുക. ഇതല്ലേ ഇപ്പൊ നടക്കണേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് നമ്മൾ എന്ത് വന്നാലും ഹക്ക് പറയാം. വിശ്വാസരംഗത്ത് ആളെ സോപ്പിടാൻ വേണ്ടി അതും ശരി ഇതും ശരി, ആ മതവും ഈ ശരി, ത്രിയേകത്വം ശരി, ഏകത്വം ശരി, ബഹുഭാരിത്വം എല്ലാം കൂടി എങ്ങനെ ശരിയാകണ്? ശരി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. അതിനർത്ഥം മനുഷ്യരെ വെറുക്കണം എന്നല്ല. എന്റെ കുടിയിരിക്കലിനെ ഞാൻ ക്ഷണിക്കാതെ കുറ്റിപ്പുറം അപ്പുറം മാണൂർന്ന് കുറെ ലക്ഷ്മിയും മീനാക്ഷിയും വന്നിരുന്നു എന്റെ കുടിയിരിക്കലിന്. ഇതൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ നോൽക്കറിയാം. എന്റെ കുടിയിരിക്കലിനെ ഞാൻ ക്ഷണിക്കാതെ മാണൂർന്ന് കുറ്റിപ്പുറത്തേക്ക് വാണിനൂർക്ക് ബസ് കയറിയിട്ട് പോരാ അന്വേഷിച്ചിട്ട് അവിടെ പങ്കെടുത്തവരിൽ കുറെ ഹിന്ദു തള്ളാരുണ്ട്. ഒന്നിന്റെ പേര് ലക്ഷ്മി, മീനാക്ഷി. എന്തായിരുന്നു? ഞാൻ കുറച്ചു കാലം അവിടെ താമസിച്ചിരുന്നു. അപ്പൊ ഞാൻ ആരാന്ന് ഓൽക്ക് മനസ്സിലായി. ഞാൻ വലിയരുന്നാക്ക് ഇറച്ചി തിന്നുമ്പോ ഓല വീട്ടുക്കൊക്കെ കോഴി ഞാൻ എത്തിക്കും. അവരെ കൂട്ടത്തിൽ ആർക്കെങ്കിലും രോഗം ഉണ്ടെങ്കിൽ എന്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോകലുണ്ട്. ഈ നന്ദിയാണ് വരുന്നത്. അതിനിപ്പോ നമ്മൾ വിശ്വാസം മത്സരിയണോ? വിശ്വാസം റെഡി വിശ്വാസം തന്നെ. മനുഷ്യന്മാരെ സഹായിക്കും സ്നേഹിക്കും ചെയ്യാം. അതിനെന്തിനാ വിശ്വാസത്തിൽ മാനവികത ഓവറാവണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ എല്ലാ മതക്കാരും അവരാരെ മതാണ് ശരിയാന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാ. പിന്നെ നമ്മൾ മാത്രമേ മാറ്റി പറയാം. ക്രിസ്ത്യാനികൾക്ക് വിശ്വാസം ഉണ്ടോ മുസ്ലിമായി രക്ഷപ്പെടുന്നു ചോദിച്ചു നോക്കില്ല. ക്രിസ്തുമത അംഗീകരിച്ചാലേ രക്ഷപ്പെടുന്ന തന്നെ ഓല വിശ്വാസം. ഇനി ഇതിനൊക്കെ കൂടി എതിർക്കുന്ന യുക്തിവാദികൾക്ക് എല്ലാ മതവും അന്ധതയാണെന്ന് അവര് വിശ്വസിക്കണം. എല്ലാവരും പൊട്ടന്മാരാണ്, ഓല് മാത്രമേ ശരിയുള്ളൂ. ഇത് നമ്മൾ പറയുമ്പോ ആകെ ഭീകരവാദമായി. ഇപ്പൊ ലായിലാളതൊക്കെ ഒന്നും അർത്ഥം പറ്റാത്ത കാലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കണം. എല്ലാരും അതന്നെ
എന്താ യുക്തിവാദികൾ പറയണേ? എല്ലാരും ശരിയല്ല, എല്ലാ മതക്കാരും ഔട്ടാണെന്ന് പറഞ്ഞു, ഓല് മാത്രം ശരിയാണ്. ഇത് നമ്മളാന്നാണ് പറഞ്ഞ ഭീകരവാദ, വർഗീയവാദ, മാനവീയതയ്ക്ക് വിരുദ്ധായി. ഇത് വിരോധാഭാസല്ലേ? വിശ്വാസത്തിലൊന്നും ഒരു നിഷ്പക്ഷതയില്ല, അത് കാർക്കശ്യമാണ്. കാരണം അടിസ്ഥാന രേഖയാണ്. രേഖ ഇല്ലാതെ അങ്ങോട്ട് പോയാൽ സ്വർഗം കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഇതാ ദക്കിയാനോസ് എന്ന സ്വച്ഛാധിപതിയുടെ മുമ്പില് കുടുംബം കൂടെയുണ്ടോ എന്ന് നോക്കിയില്ല, കൂട്ടുകാർ ഒപ്പമുണ്ടോ എന്ന് നോക്കിയില്ല, നാട്ടുകാര് അംഗീകരിക്കുമോ എന്ന് നോക്കിയില്ല. ദക്കിയാനോസിന്റെ മുമ്പിൽ അങ്ങ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്. അതോടുകൂടി കൽബക്ക് നമ്മൾ കേറ്റാനുള്ള ധീരത അങ്ങോട്ട് കയറ്റിക്കൊടുത്ത് എന്ന് അള്ളാഹു നമുക്കും അത് തരട്ടെ. എന്നാലേ മരിക്കണ സമയത്ത് ഇതിനേക്കാളും വലിയ ശത്രുക്കളെ വന്ന പൊതിയും. അവിടെ RSS ഒന്നല്ല വരുന്നത്, അവിടെ വരുന്നത് ഇബ്ലീസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരവാദികളാ. അവര് വന്നിട്ട് ഈമാങ്ങോട്ട് പറിക്കാൻ നോക്കുമ്പോ ഈ ധീരൻ അപ്പോഴും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴേ ഈമാൻ കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മളെ അഫ്രീദിന്റെ വല്യമ്മ മരിച്ച ദിവസമാണെന്ന്. നല്ല തള്ള. ഞാൻ എൻ്റെ ഉമ്മായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാര് ഞാൻ മുമ്പ് നിന്ന് മാലിലുണ്ട്. ഒലക്കപ്പോഴും എല്ലാവരും ഇതിനേറ്റ് ബന്ധമുള്ളവരാട്ടോ. ഞാൻ ഇപ്പൊ ഇരിക്കണ കസേര തന്നെ ഞാൻ മുമ്പ് നിന്ന് മാലിയിലെ സെക്രട്ടറി കൊടുത്തിട്ടാ. ഞാൻ അവിടുന്ന് ഒളിച്ചോടി പോകുന്നല്ല. ഞാൻ ഇപ്പൊ ഇരിക്കണ കസേര ഇവര് തരായിട്ടല്ല, അയാൾക്കൊരു പൂതി, അയാളെ പേരിൽ ഞാൻ ഇവിടെ ഇരിക്കണമെന്ന്. ഇവിടെ ഇടക്കിടക്ക് വന്ന് എന്നെ കണ്ടു പോണ ആൾക്കാരവരൊക്കെ. അപ്പോ ഇവരൊക്കെ വലിയ ബന്ധമായിരുന്നു. ഇപ്പൊ എന്റെ വല്യമ്മ എന്നൊക്കെ പറഞ്ഞാല് എന്റെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ കുറെ ഉമ്മാരുണ്ട്, നല്ല സ്ത്രീയായിരുന്നു. ദിക്ർ മാത്രമേ അറിയുള്ളൂ, മൂല്യന്മാരെ സ്നേഹിക്കാൻ മാത്രം. അവന്റെ വല്യപ്പ അങ്ങനെ തന്നെ. 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവന്റെ വല്യപ്പ മരിച്ചത്. എന്റെ വിരലിന്റെ വണ്ണ ഉണ്ടാവും. 90 വയസ്സ് കഴിഞ്ഞു. മൂപ്പര് ഏറ്റവും കൂടുതൽ കരഞ്ഞത് കൊറോണ കാലത്ത് പള്ളി പൂട്ടിയപ്പോഴാണ്. കൊറോണ കാലത്ത് പള്ളി പൂട്ടി, പള്ളിക്ക് കയറാൻ വയ്യ. അപ്പൊ ആ മനുഷ്യന്റെ പണി എന്തായിരുന്നോ? മെല്ലെ മെല്ലെ നടന്നിട്ട് പള്ളിന്റെ ആ ചുറ്റുഭാഗത്തൊക്കെ നടന്ന് മിനാരം മണത്തിട്ട് പോകും, ആരും അറിയാതെ. പള്ളി പൂട്ടിയിട്ട് ടെൻഷനായി മുമ്പർക്ക് സോക്കടായി. പിന്നെ ശരിക്കും ഒരു ആരോഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ മരിച്ചാണ്. അവരെ വല്യപ്പൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോ ഉള്ളത് ഇവരാണ്. ഓനൊക്കെ പോകുന്ന ഉഷാറായ നല്ല വേദനാവും. പക്ഷെ നാട്ടിൽ പോയാൽ പുള്ളിക്ക് എന്തായാലും വന്നു കിട്ടാൻ കുറച്ച് പണിയാണ്. അങ്ങനെ ഒരു പണക്കം ഓനേറ്റ് എപ്പോഴും നമ്മൾ നിലനിർത്തുന്നത്. നാട്ടിൽ പോയാൽ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ എന്താണെങ്കിലും വളർന്ന കുട്ടികളെ കേടെടുത്താൻ കുറെ ആൾക്കാരുണ്ടാവും. ഗൾഫിൽ നിന്ന് വന്നാൽ ഒരു മൊബൈൽ മുത്താലിമകളെ കൈ കിട്ടി അത് ആര് കൊടുത്താലും ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. ഒരു മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പൊ കാണാൻ ഏതെങ്കിലും ഒരു സാധനം ഗൾഫിൽ നിന്ന് വരുന്നു. മൊബൈൽ പകുതി പോയി, ഇനി പകുതിമെന്ന് ഇങ്ങനെ വളർന്നു വന്നിട്ടാണ്. അപ്പൊ എല്ലാ കുട്ടികളും നന്നാങ്ങളൊക്കെ ദ്വാരക്കണം. കാരണം ഈ സാസിൽ ദ്വാക്കുത്തരം. ഇപ്പൊ മിഞ്ഞാന്ന് മൂപ്പര അദ്രാങ്ക പറഞ്ഞ് മൂപ്പരെ ഭാര്യന്റെ മോളെ അല്ലേ മരുമോളമ്മ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ കബറ്, ഭൂമിന്റെ മുകളിലുള്ള കബറ് എന്നാണ് പറഞ്ഞത്. അതിലാണെന്ന് അറിയാം. നമ്മളന്ന് ദ്വാരുന്നു, പിറ്റേന്ന് തന്നെ മാറി, ഫുള്ളായിട്ട് മാറിയെന്നല്ലേ. വെന്റിലേറ്റർ എന്നൊക്കെ പോകുന്നപ്പോ സംസാരിക്കാൻ തുടങ്ങിക്കണെന്ന് അറിയാം. അപ്പൊ ദ്വാക്ക് ഉത്തരമുള്ള സാസാണ്. അതിന്റെ അർത്ഥം പുത്തൻതെരുവിലൊരു സാസുണ്ട്, ആരെന്ത് പോയാലും ഉടനടി ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. അതൊക്കെ അള്ളാന്റെ അധികാരം. ഉത്തരം ഉണ്ടാവും, ഉത്തരം 3-4 ഐറ്റം ഉണ്ടാകാം. അത് ഏത് കോലത്തിലാ വരിക നമുക്ക്. ഇതിപ്പോ ഉത്തരം ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു. ഒരിനോട് വന്നേക്കെന്ന് പറഞ്ഞു. അത്ഭുതമായി. അപ്പൊ തന്നെ വെന്റിലേറ്റർ എന്നൊക്കെ ഇറക്കിന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കി കിട്ടിയാൽ തന്നെ പകുതിയായില്ലേ. അള്ളാഹു താല സലാമത്തിന്റെ ബാബുകളോ അതിനർത്ഥം ഞാൻ മരിക്കൂല എന്നൊന്നുമല്ല, മനുഷ്യന്മാരൊക്കെ മരിക്കൊണ്ടവരല്ലേ. ആയി അടങ്ങാറ് നിങ്ങളുടെ കേസിലായി കിട്ടി. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു താല വെന്റിലേറ്ററിൽ കയറുന്നവരെ ദുരന്തത്തിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അവിടെ ഒട്ടാക്ക ഇവിടെ ഒട്ടാക്ക അങ്ങോട്ട് കയറുക വെന്റിലേറ്ററിൽ ഒലങ്ങനെ പൈസയും വാങ്ങാൻ ലാസ്റ്റ് കുളിപ്പിക്കാൻ കഴിയാത്ത മയ്യത്തായി മാറി. അവിടെ മുറി ഇവിടെ മുറി, അവിടെ കീറുക ഇവിടെ തുന്നല്, അങ്ങനെ ആവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഫ്രീദിന്റെ വല്യമാക്ക് അള്ളാഹു ഖബർ സ്വർഗായി കൊടുക്കട്ടെ. അവൽക്കും ഞമ്മക്കൊക്കെ അള്ളാഹു നാഫിയ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തല നമ്മളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ വല്യമാന്റെ ഖബർ അള്ളാഹു തല കണ്ണെത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ. വല്യപ്പാന്റെ ഖബറും അള്ളാഹു കണ്ണെത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയും നമ്മുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈ സദസ്സ് വന്ന മുഴുവൻ ആളുകളെയും പടച്ചോനെ ഇനി നാളെ സ്വർഗത്തിലാക്കി തരണേ അള്ളാഹ്.
ഈ ആഖിർ സമാനിൽ ഇതൊന്നും അല്ലാതെ ഞങ്ങൾക്ക് ഇതിന്റെ മുമ്പിൽ വെച്ചുതരാൻ വേറൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരുപാട് കത്തം തീർക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതുപോലെ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പടച്ചോനെ, ഇതൊക്കെ ഇനി വലിയ അമലായി, നീ എങ്ങനെയെങ്കിലും ഒന്ന് അടിയനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ, ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ കൽബിനെ റെഡിയാക്കി തരണേ അല്ലാ. ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിൽ എന്ത് ദുരവസ്ഥകൾ മാറ്റിത്തരണേ അല്ലാ. ദുർഘടമുഖങ്ങൾ ദുർഘടാവസ്ഥയിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ഒരിക്കലും ഇനി ഞങ്ങളെ റൂട്ട് ബ്ലോക്കാക്കല്ലേ അല്ലാ. ആരാനോട് കൈ നീട്ടിയിട്ട് തെരിന്ന് പറയേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. എന്നാൽ ഞങ്ങളുടെ റൂട്ടിൽ നീ ഗതാഗത കുരുക്കുണ്ടാക്കിയിട്ട് മക്ക മദീനയിലേക്കുള്ള ബാതിലൊന്നും അടക്കല്ലേ അല്ലാ. അതിനെന്തൊക്കെയാ തടസ്സം നിനക്കറിയാ. ആ തടസ്സങ്ങളൊക്കെ നീ ഒഴിവാക്കി തരണേ അല്ലാ. എത്തേണ്ട രൂപത്തിൽ അവിടൊക്കെ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അള്ളാഹുയെ, ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഉറക്ക ദിക്റിലേറ്റ് പുതിയാപ്പിളായി പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അങ്ങനെ പോയ ഒരുപാട് ആളുകളുടെ ചരിത്രം ഞങ്ങൾ വായിക്കുന്നു, കേൾക്കുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ, ഞങ്ങളെയും ആ ലിസ്റ്റിൽ നീ പെടുത്തണേ അല്ലാ. ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അള്ളാഹു എല്ലാ ആളുകൾക്കും ഔദാര്യത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ഞങ്ങൾ പാവങ്ങളാ, നിന്റെ ചാട്ടവാർ വാളൂരി ഞങ്ങൾ ഓങ്ങല്ലേ അല്ലാ. നിന്റെ അദാബിന്റെ ചാട്ടവാർ, അതുപോലെ അദാബിന്റെ കത്തിയും വാളും ഞങ്ങളെ നേരെ ഉപയോഗിക്കല്ല അല്ലാ. അള്ളാഹു ഈ സദസ്സ് നീ കനിയണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ, ഇത് ഞങ്ങൾക്ക് മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളാവാൻ കാരണമാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആയുസിനിന്റെ പൊരുത്തത്തിൽ തരണേ അല്ലാ. അവസാന ആഖിബത്ത് നന്നായൊരു മൗത്ത് ഞങ്ങൾക്ക് നീ വിധിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വടറിഞ്ഞ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അഫ്രീദിന്റെ ഉമ്മടക്കമുള്ള പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാടുള്ള ഉമിനിങ്ങൾ ഉമിനാത്തിനൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ മുകളിലൊരു കുട്ടി ഇങ്ങനെ കഠിന വയറുവേദനയായിട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു തആല കുട്ടിക്ക് ശിഫായി കൊടുക്കട്ടെ. അദ്ഹിബിൽ വസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ഫശ്ഫി ശിഫാൻ താമൻ യാ ശാഫി യാ കാഫി യാ മുആഫി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൈസീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ഫ്രീദിന് ചായം ചെയ്യുന്നുണ്ട്, ആ കുട്ടീനെ കൊടുക്കുകയാണ്, കുടിച്ചു. അസ്സലാമു അലൈക്കും.